പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്ക 9-ാം അധ്യായം 44-45 വാക്യങ്ങൾ. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2ാം പ്രവചനമാണിത്. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഈ 44-ാം വാക്യത്തിലെ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു എന്ന മുഖവുര 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവം എല്ലാവരിലും ജനിപ്പിച്ച വിസ്മയത്തെ സൂചിപ്പിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന മുന്നറിയിപ്പോടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടപ്പോഴുണ്ടായ വിസ്മയത്തിൽ നിന്ന് ജനത്തിൻ്റെ ശ്രദ്ധയെ യേശുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് തിരിക്കുവാൻ വേണ്ടിയാണ്. യേശു ആരെന്ന് താബോറിലെ യേശുവിൻ്റെ മഹത്വീകരണവും തുടർന്ന് പറയുന്ന പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവവും വെളിപ്പെടുത്തിയെങ്കിലും യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണോത്ഥാനത്തിലൂടെയും മാത്രമേ യേശുവിൻ്റെ മിശിഹാത്വം പൂർണ്ണമായും വെളിപ്പെടുകയുള്ളൂ. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് 1-ാം പ്രവചനത്തിൽ പറഞ്ഞ വിശദീകരണം 2-ാം പ്രവചനത്തിൽ ഇല്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. തുടർന്ന് 45-ാം വാക്യത്തിൽ പറയുന്നു, അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അതായത് യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെയും പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവം ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം നിഗൂഢമാണ്. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ പോലും അവർ ഭയപ്പെട്ടു. യേശുവിൻ്റെ അതുല്യ ശക്തി, അത്ഭുത സിദ്ധികൾ, അവൻ്റെ മഹത്വം, പീഡാസഹനം, മരണോത്ഥാനം എന്നിവയോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ക്രിസ്തീയ ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ അത്ഭുത സിദ്ധികളും അതുല്യ ശക്തിയും മനസ്സിലാക്കി അതനുഭവിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം. 2, അവൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാനും സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കാനുമുള്ള വിളി. 1-ാം ഭാഗം നമ്മെ വിസ്മയഭരിതരാക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. 2-ാം ഭാഗത്തോടുള്ള നമ്മുടെ പ്രതികരണവും സമീപനവും എന്താണ്? മലങ്കര കുർബാനയുടെ ഒരു സെദറ പ്രാർത്ഥനയിൽ അവൻ നമ്മെ പീഡാനുഭവമാകുന്ന മണവറയിലേക്കും മരണമാകുന്ന വിരുന്നിലേക്കും ക്ഷണിച്ചു എന്ന ഒരു ഭാഗമുണ്ട്. അതായത് യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെയാണ് അങ്ങയോടൊത്തുള്ള ആത്മീയ മണവറ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അവനോടൊത്തുള്ള മരണം യഥാർത്ഥത്തിൽ നിത്യവിരുന്നിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ടാണ് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധരെല്ലാം സഹനങ്ങൾക്ക് വേണ്ടി അതിയായി ആഗ്രഹിച്ചിട്ടുള്ളത്. ഇന്നത്തെ ലേഖന ഭാഗത്ത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഈ ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു.
പൗലോസ് ശ്ലീഹായ്ക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് ശ്ലീഹ തന്നെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെയും സഭാഗാത്രത്തിലെ അവയവങ്ങളാകുന്ന വിശ്വാസികളെയും സ്നേഹിച്ചിരുന്നതിനാലാണ്. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ദൈവം പൗലോസ് ശ്ലീഹായെ ഫരമേൽപ്പിച്ച ദൗത്യം. ശ്ലീഹ പറയുന്നു, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരെയും സർവജ്ഞാനവും പഠിപ്പിക്കുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അതായത് യേശുതമ്പുരാൻ നൽകുന്ന അതിയായ ആ ശക്തിയും തീക്ഷ്ണമായ ആഗ്രഹവും കൊണ്ട് പൗലോസ് ശ്ലീഹ സുവിശേഷം സകലർക്കും എത്തിച്ച് സകലരെയും സർവജ്ഞാനവും പഠിപ്പിക്കുന്നതിന് കഠിനമായി അധ്വാനിക്കുന്നു. അതിനുവേണ്ട സഹനങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനചിന്തകൾ പ്രാർത്ഥനാപൂർവം മനനം ചെയ്ത് ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിലിരുന്ന് വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയും കർത്താവിൻ്റെ സാമീപ്യവും സംസർഗവും അനുഭവിക്കുകയും ചെയ്യാം. നമുക്ക് കർത്താവെ, അങ്ങയുടെ മഹത്വവും അത്ഭുതങ്ങളും അതുല്യ ശക്തിയുമൊക്കെ മനസ്സിലാക്കുന്നതിനും സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം തിരിച്ചറിഞ്ഞ് അവയെല്ലാം ആനന്ദത്തോടെ ആശ്ലേഷിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, പൗലോസ് ശ്ലീഹായും വിശുദ്ധരുമൊക്കെ സഹനത്തെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചതുപോലെ ഞങ്ങളും വിശ്വാസ ജീവിത പാതയിലുണ്ടാകുന്ന ക്ലേശങ്ങളും സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുന്നതിനും സുവിശേഷ ശുശ്രൂഷയ്ക്കു വേണ്ടി ഏത് ക്ലേശങ്ങളും ഏറ്റെടുക്കുന്നതിനും തയ്യാറാകുവാൻ തക്കവിധം ഞങ്ങളെ ആത്മീയമായി അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ആ ചൈതന്യത്താൽ നിറയ്ക്കണമേ. അവിടുത്തെ തിരുനാമ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിലും അങ്ങയുടെ അനുഗ്രഹങ്ങളിലും മാത്രമല്ല, സഹനത്തിലും പങ്കുചേരാൻ വേണ്ട കൃപ തന്നരുളി ഞങ്ങളെ അനുഗ്രഹിച്ചാശീർവദിച്ചാലും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,